നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി കർത്താവിന് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. സങ്കീർത്തകൻ്റെ ഓരോ വാക്കും സഫലമാവുകയാണ് ഫീസ്റ്റ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കലാകാരൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം കല ദൈവിക ദാനവും ജീവിതാവിഷ്കാരവുമാണ്. സൂര്യകിരണങ്ങൾ പോലും ഭൂമിയിലേക്ക് പതിക്കാൻ മടിച്ചു നിൽക്കുന്ന ഇരുണ്ട കാലത്തിലേക്കാണ് കുന്നും മലയും കയറി അവർ തങ്ങളുടെ ജീവിതം നട്ടുപിടിപ്പിച്ചത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും ദ്വന്ദ്വയുദ്ധം നടത്തി തങ്ങളുടെ നാടിനെ പടുത്തുയർത്തിയ ഈ ജനതയ്ക്ക് പക്ഷേ നഷ്ടക്കണക്കുകൾ മാത്രമേ നിരത്താനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവെന്ന സ്നേഹമയി ഭാവം പൂണ്ട വലിയ സംരക്ഷണത്തിൻ്റെ തണലിൽ നഷ്ടക്കണക്കുകൾ അവർ മറന്നു. ഇല്ലായ്മയുടെ വറുതിയിലും ഈ ജനത ഒരുമിച്ച് നിന്നു. അമ്പലവയൽ എന്ന ഗ്രാമത്തിൻ്റെ നിറദീപമായി അവർ ഇവിടെ പ്രതിഷ്ഠിച്ചത് തിരുഹൃദയത്തിൻ്റെ തേജസ്സായിരുന്നു. ഇന്ന് ഈ നാടാകെ നിറയുന്ന തേജോമയീ ഭാവം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെതാണ്. ഇല്ലായ്മയിൽ നിന്നും അവർ പടുത്തുയർത്തിയത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവമായിരുന്നു. ഇന്ന് ഫാദർ മെജോ എന്ന നല്ല ഇടയൻ്റെ സംരക്ഷണത്തിൽ ഈ അജഗണങ്ങൾ ആത്മീയ പൂരിതരാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ദൈവമായ വചനം മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മോടുകൂടെ ആയിരിക്കുവാനായി വന്നു. അന്നും ഇന്നും എന്നും നമ്മുടെ സഹയാത്രികനായ അവിടുത്തേക്ക് ആരാധന സമർപ്പിച്ചുകൊണ്ട് നൃത്ത ചുവടുകൾ വയ്ക്കുവാനായി വരികയാണ് നമ്മുടെ ഈ പ്രിയ കൂട്ടുകാരികൾ. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ.
നമ്മുടെ ശ്രീയേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ടു നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ടു നമ്മുടെ ശ്രീയേശു. ഈ കാട്ടുമുല്ല പൂവിലുണ്ടു നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം 5000 കന്നവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം 5000 കന്നവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേറുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്ക് ദൈവം കരുണയാണെന്നു വിളിച്ചു ചൊല്ലുവന. ഇനി മരിക്കുവോളം അഭയമേകാൻ കുരിശുമുദ്രമതി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവനടിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയാക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിത മാതൃകയായ ഒരേ മനസ്സും ഒരേ ഹൃദയവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച ആ ജനതയുടെ പാതകൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ഈ ദേവാലയം. ഈ ദേവാലയ നിർമ്മാണ ഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കുവാൻ ഒത്തിരി ദൈവകൃപയുടെ സുന്ദര നിമിഷങ്ങളുണ്ട്. 2011 ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ 2012 അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ദൈവജനത്തിന് സമർപ്പിച്ചതുവരെയുള്ള ആ വിശേഷപ്പെട്ട ത്യാഗോജ്ജലമായ പ്രവൃത്തിയുടെ ദിനങ്ങൾ ഇന്നും ഞങ്ങളുടെ മുമ്പിൽ ദൈവകൃപയുടെ പുത്തൻ അനുസ്മരണമാണ് നൽകുന്നത്. ദേവാലയ നിർമ്മാണത്തിൽ പൗരോഹിത്യത്തിൻ്റെ പുതിയ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഫ്രാൻസൻ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ പുതിയ പൗരോഹിത്യ ശുശ്രൂഷയുടെ മേഖലകൾ എന്താണെന്ന് ഈ ഇടവക ജനത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിർമ്മാണഘട്ടത്തിൽ വെറും 20,000 രൂപയുമായി പണിയാരംഭിച്ച ഈ ദേവാലയം 1.5 കോടിയുടെ ഒരു തുക മുടക്കി പണി പൂർത്തീകരിക്കുമ്പോൾ വ്യത്യസ്ത കമ്മിറ്റികളായി രൂപീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പണം സമ്പാദിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണത്തിന് മുന്നൊരുക്കമായി എല്ലാ ഇടവകയിലെ മുഴുവൻ ആളുകളും ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ ദേവാലയ നിർമ്മാണം എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ തീക്ഷ്ണമായി ഒരുങ്ങിക്കൊണ്ടാണ് ഞങ്ങളിതിൻ്റെ പണി ആരംഭിച്ചത്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഈ ദേവാലയ നിർമ്മാണത്തിലുള്ള മുഴുവൻ വിഭവങ്ങളും സാമഗ്രികളും അധ്വാനവും ഒക്കെ തന്നെയും ഞങ്ങൾക്ക് ഈ പ്രദേശത്തും ഈ രൂപതയിലും ഇതര സഭാ സമൂഹങ്ങളിൽ നിന്നും ലഭ്യമാക്കിയതാണ് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ ആഴ്ചയിലും ഓരോ കുടുംബ യൂണിറ്റുകൾ തയ്യാറാക്കുന്ന ഭക്ഷണവും അതോടൊപ്പം തന്നെ ധനം സമാഹരിക്കുന്നതിന് വേണ്ടി കൊച്ചു സമ്പാദ്യ കുടുക്കകൾ സ്ഥാപിച്ചുകൊണ്ടും പഴയ സാധനങ്ങൾ ശേഖരിച്ച് അത് വിറ്റുകൊണ്ടും അതോടൊപ്പം തന്നെ തിരുനാളുകളിലും പ്രത്യേക അവസരങ്ങളിലും മറ്റ് ദേവാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടുമാണ് ഒട്ടനവധി പണം ഞങ്ങൾ സ്വരൂപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഓരോ സ്ഥലത്തും ഈ ഇടവകയുടെയും ഈ പ്രദേശത്തിൻ്റെയും ജനങ്ങളുടെ ത്യാഗോജ്ജലമായ വിയർപ്പ് തുള്ളികളുടെ കഥകളാണ് പറയുവാനുള്ളത്. ഈ അവസരത്തിൽ ഈ നിർമ്മാണത്തിൽ സഹായിച്ച ഈ പ്രദേശത്തെയും ഇടവകയിലും എല്ലാ ജനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നതോടൊപ്പം അതിനുശേഷം വന്ന
വൈദികരുടെ ത്യാഗോജ്വലമായ സ്നേഹപൂർവമായ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ഒത്തിരി കൃപകൾ നൽകിയിട്ടുണ്ട് എന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കാൻ കാരണമായതും തുടർന്ന് വിശുദ്ധ മദർ തെരേസയുടെ തിരുശേഷിപ്പ് ഞങ്ങളുടെ ദേവാലയത്തിൽ സ്ഥാപിച്ചതും അനുഗ്രഹത്തിൻ്റെ ദൈവപരിപാലനയുടെ ഉത്തമ ഉദാഹരണമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ദേവാലയത്തിൻ്റെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് കേരള ലത്തീൻ ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KRLCCയുടെ ഏറ്റവും വലിയ ദൗത്യമായ അടിസ്ഥാന കുടുംബ കൂട്ടായ്മയുടെ ശാക്തീകരണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിലെ ലത്തീൻ ജനത വിഭാവനം ചെയ്യുന്ന ലത്തീൻ ജനത സഭയും സമുദായവുമാണ് എന്ന കാഴ്ചപ്പാട് ഞങ്ങളുടെ ഇടവകയിൽ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതെ ആസ്പദമാക്കിക്കൊണ്ട് 6 ശുശ്രൂഷ സമിതികളും വളരെ സജീവമായിട്ട് ഇടവകയിലെ അടിസ്ഥാന കുടുംബ കൂട്ടായ്മയുടെ ശാക്തീകരണത്തിനും അതോടൊപ്പം തന്നെ ഇടവക ജനത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിരിക്കുന്ന സർവ്വവിധ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തന ശൈലിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്മി പമ്മി വരുന്നുണ്ട്, തക്കം പാർക്കു വരുന്നുണ്ട്, വേഷം മാറി വരുന്നുണ്ട്, ഉണ്ടക്കണ്ണൻ ചെവിയൻ സാത്താൻ വാലും നീട്ടി വരുന്നുണ്ട്, ബാലകർ നമ്മളെ വലയിൽ വീഴ്ത്താൻ പമ്മി പമ്മി വരുന്നുണ്ട്, ബാലകർ നമ്മളെ വലയിൽ വീഴ്ത്താൻ പമ്മി പമ്മി വരുന്നുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ സാത്താനെ, അരികിൽ വന്നാൽ പുള്ളിയിടും, ഞങ്ങളെ വലയിൽ വീഴ്ത്തിയിടാൻ പറ്റുകയില്ല ഒരു നാളും. ഞങ്ങൾ മക്കൾ ദൈവഗണത്തിൻ സുഖമായി വാഴും പൈതങ്ങൾ, സുഖമായി വാഴും പൈതങ്ങൾ, സുഖമായി വാഴും പൈതങ്ങൾ. വചനമായ വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കുവാനാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. വിതയ്ക്കപ്പെട്ട വിത്ത് കരുണയായും വിശ്വാസമായും സ്നേഹമായും വളർത്തിയെടുക്കുവാനുള്ള വഴി തെളിയിക്കുകയാണ് ഈ കോൽക്കളി സംഘം. അവൻ പാടത്തു വിത്തു വിതച്ചേ, പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം, പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം, ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം, ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം, ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം. തളർന്ന ഒരു പാവം വിധക്കാരനായി പൂവാനത്ത് നോക്കി നിന്ന് സ്വപ്നങ്ങൾ നെയ്തിരുന്ന പാവം വിധക്കാരനായി അവൻ വന്നേ വന്നേ എന്റെ മാനസത്തിൽ ഉടൻ പിന്നിൽ നിന്നും തൂക്കി വചനം, ഈശോനാഥൻ തൂക്കി വചനം, ഈശോനാഥൻ തൂക്കി വചനം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം, മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം, മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം. ഉള്ളിലാശയോടവൻ മനം നിറച്ചു കാത്തിരിപ്പുമാ, വിത്തുമുളപ്പിച്ചെടുത്തവൻ കൊട്ടയിൽ വാരി വലിച്ചു കൊണ്ടോടിയെടുത്തുപോയി വിതച്ചേ വിതച്ചേ വിതച്ചേ, വിത്തുമുളപ്പിച്ചെടുത്തവൻ കൊട്ടയിൽ വാരി നിറച്ചു കൊണ്ടോടിയെടുത്തുപോയി വിതച്ചേ വിതച്ചേ വിതച്ചേ. ഏറെ ആശയോടെ പാവം കർഷകൻ
ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പായി മഴ വീഴണേ കുളിരാവണേ മനം നീറിയും പ്രാർത്ഥിച്ചവൻ മഴ വീഴണേ കുളിരാവണേ മനം നീറിയും പ്രാർത്ഥിച്ചവൻ ഏറെ ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പാൻ ഏറെ ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പാൻ. ഓ പാടത്തടുത്ത് വിതച്ചാകെ തളർന്ന ഒരു പാവം വിതക്കാരനായി പൂമാനത്ത് നോക്കി നിന്ന് സ്വപ്നങ്ങൾ നെയ്തിരുന്ന പാവം വിതക്കാരനായി അവൻ വന്നേ വന്നേ എൻ്റെ മാനസത്തിൽ ഉടൻ പിന്നിൽ നിന്നും തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം. ആ കല്ലിൽ വീണ വിത്തുകൾ മരതകമുത്തുകൾ വേരില്ലാതെ വാടിപ്പോയല്ലോ വേരില്ലാതെ വാടിപ്പോയല്ലോ. ആ കല്ലിൽ വീണ വിത്തുകൾ മരതകമുത്തുകൾ വേരില്ലാതെ വാടിപ്പോയല്ലോ വേരില്ലാതെ വാടിപ്പോയല്ലോ. വഴിയിലെ വിത്തുകൾ പറവകൾ കുത്തിയേ വഴിയിലെ വിത്തുകൾ പറവകൾ കുത്തിയേ ദൂരത്തെങ്ങ പോയി പോയവ പാഴായിപ്പോയല്ലോ പൂർണ്ണമാ. ഉൾക്കാടുകൾ ചിലവിത്തിന് തലനീട്ടുവാൻ കഴിയുകയില്ല. ചില വിത്തുകൾ മണിമുത്തുകൾ നൂറുവേനി ഫലം തന്നുവല്ലോ. കേൾക്കുന്നമ്മളാണി വയലേശുവിൻ വചനം വിത്ത് കേൾക്കുന്നമ്മളാണി വയലേശുവിൻ വചനം വിത്ത്. ഓ പാടത്തൊടിത്ത് വിതച്ചാകെ തളർന്ന ഒരു പാവം വിതക്കാരനായി പൂമാനത്ത് നോക്കി നിന്ന് സ്വപ്നങ്ങൾ നെയ്തിരുന്ന പാവം വിതക്കാരനായി അവൻ വന്നേ വന്നേ എൻ്റെ മാനസത്തിൽ ഉടൻ പിന്നിൽ നിന്നും തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം മനസ്സിൽ മലിനത നീക്കി ഒരുക്കേണം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം മനസ്സിൽ മലിനത നീക്കി ഒരുക്കേണം. അവൻ പാടത്തൊഴുത്തു വിതച്ചേ പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം. ആഹാ സുന്ദര സംഗീതം ഓഹോ 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 സുന്ദര സംഗീതം.